ജസ്റ്റിസ് പാർട്ടി 1920 പവറിൽ വന്നേ പിന്നെ അവർ റിസർവേഷൻ സ്ഥാപിച്ചു, നിലവിൽ കൊണ്ടുവന്നു മദ്രാസ് പ്രോവിൻസിൽ 1920 മുതൽ 1950 വരെ. അപ്പോൾ അതിൽ 28 മുതൽ 22 വർഷം വരെ എഡ്യൂക്കേഷനിൽ റിസർവേഷൻ കൊണ്ടുവന്നു. അപ്പോൾ അത് കാരണം ഒരു വലിയൊരു ബ്രാഹ്മിൻ മൊണോപ്പൊളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ദളിത്സിനും മൈനോറിറ്റീസിനും മറ്റ് ഹിന്ദുക്കൾക്കൊക്കെ സീറ്റ്സ് റിസർവ് ചെയ്ത് ബ്രാഹ്മിൻസ് അന്ന് ആ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി റഫ്ലി അവർ സെൻസ് നോക്കിയാൽ 2.5% ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി. അവർക്ക് 65% ഷെയർ ഉണ്ടായിരുന്നു എഡ്യൂക്കേഷൻ സീറ്റ്സിൽ. അതിനെ 19% കുറച്ചു ഈ സിസ്റ്റം. എന്നാലും 2.5% ഉള്ളവർക്ക് 19% കിട്ടുന്നു. പക്ഷേ അവർ വളരെ അൺഹാപ്പിയായി. എല്ലാ വർഷവും അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു 170 ബ്രാഹ്മിൻസിന് കിട്ടാതായി. പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ ഒത്തില്ലായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് വരെ ഒരു റെമഡി ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ 1935 ആക്ട് അനുസരിച്ച് ഇക്വാളിറ്റി ഇല്ല, ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല. ദേ ഹാഡ് ടു അക്സെപ്റ്റ് ഇറ്റ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന് 1950 വന്ന് 4 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു കേസ് വന്നു. ആ കേസ് വന്നിട്ട് ഇതിനെ ചാലഞ്ച് ചെയ്തു. ഇതിനെ ചാലഞ്ച് ചെയ്തപ്പോൾ മദ്രാസ് ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു, ഈ റിസർവേഷനെ. എന്തുപയോഗിച്ചിട്ട്? ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 15 29ൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ ബ്രാഹ്മിൻ മൊണോപ്പൊളിക്ക് എതിരെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ 15 29 കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നത്. ജുഡീഷ്യറിക്ക് പവർ കൊടുത്തതും ബ്രാഹ്മിൻ മൊണോപ്പൊളിയെ ഇല്ലാതാക്കാനാണ്. പക്ഷേ ആ ഒളിഗാർക്കിയിൽ പെടുന്ന ജഡ്ജസ് അവരുടെ കയ്യിൽ അധികാരം വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഈ ആയുധങ്ങളെ നമ്മുടെ ബാക്കി ജനങ്ങളുടെ എതിരെ ഉപയോഗിക്കുന്നു. എന്നിട്ട് ഇത് ഡിസ്ക്രിമിനേഷനാണെന്ന് പറയുന്നു. എന്നിട്ട് അവർ റിസ്റ്റോർ ചെയ്യുന്നു, ഈ പഴയ ബ്രാഹ്മിൻ മൊണോപ്പൊളി അവർ റിസ്റ്റോർ ചെയ്യുന്നു.